ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തവാകളുടെ അയില എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ്. അതിലേക്ക് നമ്മൾ തവ മസാല ആഡ് ചെയ്യുന്നത്. തവ മസാല ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പുളിയും എരിവൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മസാലയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ അയില കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളത്തിലേക്ക് തവ മസാല ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അയില അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ തവ മസാലയിൽ കിടന്നാണ് അയില ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വരേണ്ടത് കേട്ടോ. നട്ടന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു മസാല കേട്ടോ. തവ മസാല ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയം സ്പൈസി ഒക്കെ വരുന്നൊരു മസാലയാണ്. നമ്മൾ നോർമലി അയല ഫ്രൈ ഒക്കെയല്ലേ ചെയ്ത് കഴിക്കാറ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആവുകയും ചെയ്യും. എന്നാൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഹെൽത്തിനും നല്ലത് കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട്. പിന്നെ അതിന് സൈഡ് ഡിഷായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ തവകളുടെ അയല കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ്. വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അതിൽ തന്നെ ചെറിയൊരു മസാല ടൈപ്പ് ആയതുകൊണ്ട് അതിൽ ചോറിന് നല്ല ആപ്റ്റാണ്. പിന്നെ പൊറോട്ട, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെയും അയല പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ അയല ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ഒരു ജ്യൂസി ഡ്രൈ ആ ഒരു പരുവത്തിലാണ് അയല കുക്കായി വരേണ്ടത്. അങ്ങനെ ആയി വന്നിട്ടുണ്ട്. അവസാനം മാത്രമാണ് നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് മാത്രമേ ഓയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ അയല റെഡി ആയിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ അയലൂടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പാകത്തിനാണ് അയല ആവേണ്ടത്. നമ്മൾ ഇലയിലേക്ക് അയല മാറ്റി കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ഡെക്കറേഷൻ പ്രോസസ്സും കൂടി ചെയ്യുകയാണ്. തക്കാളി, കൊമ്പർ, ഒനിയൻ അത് വെച്ചിട്ടാണ് നമ്മൾ അയല ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.